ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതിനു വേണ്ടി, പ്രതിസന്ധികളെ പരിഹരിക്കുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം നമ്മുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ, ബിസിനസ്സിൽ വലിയ നന്മകളെ, വലിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കാനായി, അവിടുന്ന് നമുക്ക് അവകാശമായി നൽകുന്ന ദൈവാനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ നമുക്കിന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കാം. മക്കളെക്കുറിച്ചുള്ള എല്ലാ ആകുലതകളെയും സമർപ്പിക്കാം. ഈ രാത്രിയിൽ നിങ്ങളെ അലട്ടുന്ന ഓരോ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ പൈശാചിക പീഠകളിൽ നിന്നും എന്നേക്കുമായി വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൽ ഒത്തിരി ദുസ്സഹമായ കാര്യങ്ങൾ കാരണം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരാതെ വേദനിച്ച് കണ്ണുനീരോടുകൂടെ കഴിയുന്ന ചിലർ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യവും വിടുതലും നിങ്ങൾക്ക് നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിയോഗങ്ങൾ സമർപ്പിക്കുക. കർത്താവ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 16:1-5 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്. അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരമാണ്. അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലി അർപ്പിക്കുകയില്ല. ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ സഹോദരീ സഹോദരങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ നീ എഴുന്നള്ളി വരണമേ. ഇന്ന് ഈ മക്കളിൽ ചിലർ ഒത്തിരി ദുഃഖത്തോടെ ഈ പ്രാർത്ഥന കേൾക്കാൻ നിന്റെ സന്നിധിയിലായിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഇവരുടെ കണ്ണുനീരൊപ്പണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീയാണ് ഞങ്ങളുടെ അവകാശം. നീയാണ് ഞങ്ങളുടെ അഭയം. നീയാണ് ഞങ്ങളുടെ സങ്കേതം. നീയാണ് ഞങ്ങൾക്ക് വിജയം നൽകുന്നത്. നീയാണ് ഞങ്ങളുടെ സൗഖ്യം. കർത്താവേ, നീയാണ് ഞങ്ങളുടെ അത്ഭുതത്തിൻ്റെ ദൈവം. നീയാണ് ഞങ്ങൾക്കാവശ്യമായ അനുഗ്രഹം, അവകാശം. കർത്താവേ, ഇന്ന് രാത്രിയിൽ മനസ്സിനൊത്തിരി വേദനയായിട്ട് മക്കളെക്കുറിച്ച് ഓർത്ത്, ജീവിത പങ്കാളിയുടെ പെരുമാറ്റം കാരണം, കുടുംബാംഗങ്ങളുടെ പെരുമാറ്റം കാരണം, മക്കളുടെ ജീവിത രീതികൾ കാരണം, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ കാരണം, ബന്ധുക്കളുടെ ഇടയിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട അവസ്ഥ കാരണം ഒത്തിരി ദുഃഖത്തോടെ ഏകാന്തതയിൽ കഴിയുന്ന ചില മക്കൾ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഇന്ന് കർത്താവിൽ പൂർണ്ണമായും നിങ്ങൾ ആശ്രയിക്കുക. നിങ്ങളുടെ ദുരിതകാലങ്ങളിൽ, കഷ്ടകാലങ്ങളിൽ കർത്താവായ യേശുവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? ആത്മശോധന ചെയ്യുക. ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ തുറക്കുക. ദൈവത്തിൽ നിന്നും കാലതാമസം വരുന്നതിനാൽ, ദൈവത്തിൽ നിന്നും നന്മകളെ സ്വീകരിക്കുവാൻ കാലതാമസം വരുന്നതിനാൽ, ഏതെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുത്തോ അന്യദേവന്മാരുടെ അടുത്തോ നിങ്ങൾ പ്രാർത്ഥിക്കുവാനായി, നിങ്ങളുടെ ഭാവി അറിയാൻ വേണ്ടി പോയിട്ടുണ്ടോ? കർത്താവ് ഇന്ന് നിങ്ങളോട് അരുളി ചെയ്യുന്നു, ആത്മശോധന ചെയ്യുക. അനുതപിച്ച് തിരികെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരിക. എന്തെന്നാൽ അന്യദേവന്മാരുടെ പിറകെ പോകുന്നവർ ജീവിതത്തിൽ ദുരിതങ്ങൾ കൂട്ടിവെക്കുന്നു. അതിനാൽ
കർത്താവായ യേശു ക്രിസ്തുവിലല്ലാതെ മറ്റാരിലും രക്ഷയില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ എത്ര കാലതാമസം എടുത്താലും നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവാണ് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. കർത്താവാണ് സകല ചരാചരങ്ങളെയും കൈകളിൽ വെച്ചിരിക്കുന്നത്. സർവശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. അതിനാൽ കർത്താവ് കാലതാമസം വരുത്തുന്നു എങ്കിൽ അതും നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ്, നിങ്ങളുടെ ഉയർച്ചയ്ക്കു വേണ്ടിയാണ്. നിങ്ങളെ അത് സ്വീകരിക്കുവാനായി അവിടുന്ന് നിങ്ങളെ യോഗ്യരാക്കുകയാണ്. അതിനാൽ ക്ഷമയോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ കാത്തിരിക്കുക. ഒരിക്കലും കർത്താവായ യേശുവിനെ ഉപേക്ഷിച്ച് മറ്റ് എവിടെയും നിങ്ങൾ പോകരുത്. എത്ര ദുരിതമോ ദുഃഖമോ ഉണ്ട് എങ്കിലും അതിന് പോകരുത്. കർത്താവ് ഇന്ന് നിങ്ങളോട് താക്കീത് തരുന്നു. ഇന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ദുരിതങ്ങൾക്ക് കാരണം ഒരു പക്ഷേ ഇത് തന്നെയാകാം. ഇന്ന് അനുതപിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന തിരുവചനം നിങ്ങൾ ഏറ്റുചൊല്ലുക. വലിയ ദൈവാനുഗ്രഹങ്ങൾ ഈ രാത്രിയിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ അനുഗ്രഹങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അവകാശമായ നിങ്ങളുടെ മേൽ ദൈവകൃപ ഒഴുകട്ടെ. ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിങ്ങളിലേക്ക് സൗഖ്യവും വിടുതലും രക്ഷയും സന്തോഷവും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ എപ്പോഴും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന നിരന്തരം കേൾക്കുക. അത് ദൈവാനുഗ്രഹങ്ങളുടെ പ്രാർത്ഥനയാണ്. ദൈവം നേരിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സൗഖ്യപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. വൻ കാര്യങ്ങൾ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ ദൈവം നടത്തുന്നുണ്ട്. നിങ്ങളുടെ ആത്മാവിന് രക്ഷ നൽകുന്ന പ്രാർത്ഥനയാണ്. അതിനാൽ ഇത് മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. കർത്താവായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും വീക്ഷിക്കുന്നു. അവിടുന്ന് നിങ്ങളുടെ ഹൃദയം പരിശോധിക്കുന്നു. അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കണ്ണുനീർ ഈ രാത്രിയിൽ അവിടുന്ന് ഒപ്പിയെടുക്കും. ഈ രാത്രിയിൽ നിങ്ങളെ സുഖപ്പെടുത്തുന്നു. എല്ലാവിധ സംരക്ഷണവും നൽകി നീ ഒറ്റയ്ക്കല്ല, കർത്താവ് നിന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ ദൈവത്തിൻ്റെ എല്ലാവിധ ആശീർവാദങ്ങളും സംരക്ഷണവും സുഖമായ നിദ്രയും ഈ രാത്രിയിൽ അവിടുന്ന് നിന്നിൽ പ്രദാനം ചെയ്യട്ടെ. നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവ് ഇടപെടുന്നതിനു വേണ്ടി അതിനും പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ജീവിതം ഏറ്റെടുത്തിരിക്കുന്നു. വിശ്വസിക്കുക. ഇനി നിങ്ങളുടെ നന്മകൾക്ക് കാലതാമസം വരികയില്ല. അനുതാപത്തോടെ ദൈവമേ, നിന്റെ സന്നദ്ധിയിൽ എൻ്റെ ഹൃദയം തുറക്കുന്നു. നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ നന്മകളെ സ്വീകരിക്കുവാൻ എന്നെ തന്നെ യോഗ്യയാക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന രഹസ്യങ്ങളെ നിങ്ങൾ വിവേചിച്ചറിയുക. കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ ചില മക്കളോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സ്വീകരിക്കുക, ഏറ്റെടുക്കുക. അത് തീർച്ചയായും നിങ്ങളുടെ ഉയർച്ചയ്ക്കായി വരും. എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിങ്ങളിൽ നിന്ന് അകന്നു പോകും. ദിനങ്ങൾ വരുന്നു. അതിനാൽ കൂടുതൽ വിശ്വാസത്തോടെ ഭക്തിയോടെ ദൈവസന്നിധിയിൽ എപ്പോഴും നന്ദിയോടെ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പമുണ്ട്. അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു, നിങ്ങളെ സുഖപ്പെടുത്തുന്നു. നീ ഭയപ്പെടേണ്ട, കർത്താവാണ് നിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനാൽ അവിടുന്ന് എല്ലാം നിനക്ക് വേണ്ടി ചെയ്യും.
വിശ്വസിക്കുക. ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവം നൽകിയ നന്മകളെ ഓർത്ത് നന്ദിയോടെ ഉറങ്ങാൻ കിടക്കുക. നന്ദി പറഞ്ഞ് ഉറങ്ങാൻ കിടക്കുക. കർത്താവെല്ലാം നിനക്ക് വേണ്ടി ചെയ്യും. നീ ഉറങ്ങുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഭയം കൂടാതെ ഈ രാത്രിയിൽ ഉറങ്ങുക. കർത്താവ് നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങളുടെ വാതിലുകൾ, നന്മയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ഈ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവിൽ നിന്നും അനേകം അത്ഭുതങ്ങളും നന്മകളും സൗഖ്യവും വിടുതലും രക്ഷയും അഭിവൃദ്ധിയും പ്രാപിക്കുന്നതിന് ഈ പ്രാർത്ഥന ഒരു കാരണമാകുവാൻ അമ്മേ മാതാവേ, ഇത് പ്രാർത്ഥിക്കുന്ന, ഇത് ഷെയർ ചെയ്യുന്ന, ഇത് കേൾക്കുന്ന എല്ലാവരിലേക്കും നിന്റെ പ്രത്യേക മധ്യസ്ഥമുണ്ടായി ദൈവാനുഗ്രഹങ്ങളുടെ നിറവിനാൽ ഈ മക്കൾ നിറയുന്നതിനു വേണ്ടി അമ്മേ മാതാവേ നീ പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും സമാധാനവും സന്തോഷവും സംരക്ഷണവും നൽകി സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ.